ദേവസ്വം ബോർഡിനെ മാറി മാറി വരുന്ന സർക്കാരുകൾ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും ഭക്തർ കൊടുത്ത സ്വർണത്തിന്റെ കണക്കുപോലും ദേവസ്വം ബോർഡിന്റെ കയ്യിലില്ലെന്നും ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ. ദേവസ്വത്തിന് സമർപ്പിച്ച വസ്തുക്കളുടെ മൊഴി നൽകാൻ ഭക്തർ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ഹിന്ദു ഐക്യവേദിയും അയ്യപ്പ സേവാ സമാജവും സംയുക്തമായി നടത്തിയ സെക്രട്ടേറിയറ്റ് ധർണയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 98 ഈ മല്യ കൊടുത്ത 35 കിലോഗ്രാം, അത് 24 കാരറ്റ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുത്തിയ ഗോൾഡാണ്. അത് അന്ന് എന്ത് ചെയ്തു? ഈ ദേവസ്വം റെക്കോർഡിൽ എഴുതിയില്ല. അങ്ങനെ അവിടെ ഉപയോഗിച്ച സ്വർണത്തിന്റെ കണക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്താത്തതുകൊണ്ടാണ് ഈ ദ്വാരപാലക വിഗ്രഹത്തിലുണ്ടായിരുന്ന പൊതിഞ്ഞ സ്വർണം പോയപ്പോൾ അവർക്ക് അവിടെ ചെമ്പെന്ന് എഴുതാൻ സാധിച്ചത്. ഒരു വസ്തുവിന്റെ രേഖ ഈ ശബരിമലയിൽ സൂക്ഷിച്ചിട്ടില്ല. കള്ളന്മാർക്ക് മോഷണത്തിലുള്ള വക ഇത് എല്ലാ സർക്കാരും തുടർന്നു വെച്ചാണ്. 1950 മുതലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനാണ്. എന്തായാലും ഈ സ്വർണത്തിന്റെ വിഷയം 1998-99 ആയതുകൊണ്ട് കുറഞ്ഞ പക്ഷം ഇപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് CBI അന്വേഷണം. കാരണം ഈ കള്ളന്മാരെ നമ്മൾ കാവലേൽപ്പിച്ചു എന്നുള്ളത് നമ്മുടെ കുറ്റമാണ്. നമ്മൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് ഇവന്മാരെല്ലാം കള്ളന്മാരായിരുന്നു എന്ന്. അപ്പൊ ഇനി തിരിച്ചു പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ പോലീസിനെ അന്വേഷിച്ചുകൊണ്ട് സാധ്യമല്ല. വളരെ സമർത്ഥന്മാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലുണ്ട്. പക്ഷേ ഈ പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഒരിക്കലും നീതി നൽകാനാവില്ല. അതുകൊണ്ട് CBI അന്വേഷിക്കണം. അവിടെ എന്താണ് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥൻ അവിടെ ചെന്നു, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഈ റെക്കോർഡിൽ ചെമ്പെന്നാണ് എഴുതിയത്, താങ്കൾ അവിടെ ചെല്ലുമ്പോ കണ്ടപ്പോ അത് ചെമ്പായിരുന്നോ സ്വർണമായിരുന്നോ? അത് ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ല. ഞാനിത് നേരിട്ട് സംസാരിച്ച വിഷയമാണ്. അങ്ങനെ ഈ ദേവസ്വം ബോർഡ്, മന്ത്രി, ദേവസ്വം ഉദ്യോഗസ്ഥന്മാര് എല്ലാവരും കൂടെ ചേർന്ന് നടത്തിയ ഒരു വമ്പിച്ച ഗൂഢാലോചനയുണ്ട്. ഇതിൽ അന്താരാഷ്ട്ര ബന്ധവുമുണ്ട്. നമുക്കറിയാം, സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിലൊക്കെ നമുക്കറിയാം അതേ ലോബികൾ ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൃത്യമായ അന്വേഷണം വേണം. അത് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. ദേവസ്വം ബോർഡിന്റെ വിശ്വാസം പൂർണ്ണമായിട്ട് തകർന്നിട്ടുണ്ട്. ഇനി ദേവസ്വം ബോർഡ് സംവിധാനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പകരം സംവിധാനം വേണം. നമ്മൾ ചില നിർദ്ദേശങ്ങൾ വെക്കണം. അതായത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തില്